ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 ഇപ്പൊ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഫൈറ്റർ എന്ന മൂവിയാണ്. ഋത്തിക് റോഷനും ദീപികയും അഭിനയിച്ച ഈ പുതിയ മൂവി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനായും കാണാൻ ശ്രമിക്കുക. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ ഒരു തീവ്രവാദിനെ കാണിക്കുന്നു. അയാളിപ്പോ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുവാണ്. താൻ പാകിസ്ഥാന് വേണ്ടി തന്റെ ജീവൻ കൊടുക്കാനും തയ്യാറാണെന്ന്. ഇങ്ങനെയും പറഞ്ഞ വീഡിയോ റെക്കോർഡ് ചെയ്ത് അയാളിപ്പോ വലിയൊരു സ്ഫോടനം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് ഇയാൾ ഇങ്ങനെ ചെയ്യാനുണ്ടായ കാരണം ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുന്നത്. ഏകദേശം ഒരു കൊല്ലം മുമ്പ് പാകിസ്ഥാനിലെ കുറെ ആൾക്കാർ ഒരു മീറ്റിംഗ് കൂടുന്നു. കാശ്മീർ ആ സമയത്ത് ഇന്ത്യന്റെ കൺട്രോളിലായിരുന്നു. കാശ്മീർ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി ഇന്ത്യ പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിക്കും. പക്ഷെ അവരുടെ ശ്രമമെല്ലാം നിഷ്ഫലമാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും കാശ്മീർ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പാകിസ്ഥാനിലുള്ള ആ മീറ്റിംഗിൽ അവർ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇതൊരു നിസ്സാര ജോലിയല്ല. ഇതിന് ചില തന്ത്രങ്ങളും കുതന്ത്രങ്ങളെല്ലാം ആവശ്യമുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ മിഷൻ ഏൽപ്പിക്കാൻ ഒരു പറ്റിയ ആളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ മീറ്റിംഗിൽ അവരെല്ലാവരും കൂടി അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു വ്യക്തിയെ അവിടേക്ക് എത്തിക്കുവാണ്. അങ്ങനെ ഇപ്പൊ ആ വ്യക്തിനെ കാണിക്കുന്നു. ഇവനാണ് നമ്മുടെ മൂവിയിലെ വില്ലൻ. ഈ സമയത്ത് ആ പാകിസ്ഥാനിലെ ടീമിനോട് വില്ലൻ പറയുവാണ്, നിങ്ങൾ എനിക്ക് തന്ന ഈ ഒരു മിഷൻ വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ ഇന്ത്യക്കാർക്കെതിരെ ഇന്ത്യക്കാരെ വെച്ച് തന്നെ കളിക്കണം. നിങ്ങളതാലോചിച്ച് ടെൻഷൻ ആവണ്ട, വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ഇങ്ങനെ അവർ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ആ സീനോടെ കട്ടാക്കി അടുത്ത സീനിലെ ഇന്ത്യൻ എയർഫോഴ്സിനെ കാണിക്കുന്നു. ഇപ്പൊ ഇന്ത്യൻ എയർഫോഴ്സിൽ പുതിയൊരു ടീം ഫോം ചെയ്തിരിക്കുകയാണ്. പ്രഗത്ഭരായ ഒരുപാട് ഫൈറ്റർ പൈലറ്റ്സും ചെറുചെറുക്കുള്ള കുറെ ഓഫീസേഴ്സ് എല്ലാം ചേർന്ന ഒരു ടീമാണിത്. ഈ ടീമിലേക്ക് മെമ്പേഴ്സ് ആയിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഉള്ളവരാണ്. അങ്ങനെ ഇപ്പൊ ആ ടീമിലെ ഓരോരോ മെമ്പേഴ്സിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പൊ കാണിക്കുന്ന ഈ രണ്ട് ഉദ്യോഗസ്ഥരുടെ പേര് താജ് എന്നും ബാജ് എന്നുമാണ്. ഇവർ രണ്ടുപേരും ഫ്ലൈയിങ് ഓഫീസേഴ്സ് ആണ്. ഈ ടീമിലെ അടുത്ത മെമ്പർ നമ്മുടെ നായികയാണ്. അവളും ഒരു പൈലറ്റ് ആണ്. അങ്ങനെ ഇപ്പൊ നായികയ്ക്കും ഒരു മാസ് എൻട്രി കൊടുക്കുന്നു. അങ്ങനെ ഇതേപോലെ ആ ടീമിലുള്ള ബാക്കി മെമ്പേഴ്സിനെയും കാണിക്കുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ നായകന്റെ ടേൺ വരുവാണ്. അതെ, ഫൈറ്റർ ജെറ്റ് മാത്രം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈറ്റർ പൈലറ്റ് ആയ നായകൻ. അങ്ങനെ ഇപ്പൊ ഒരു ഗംഭീര ഇൻട്രോ നായകന് കൊടുക്കുന്നു. അങ്ങനെ ഫൈറ്റർ ജെറ്റ് എല്ലാം പറത്തി വന്ന് മാസായി നായകൻ അവിടെ ഇറങ്ങുവാണ്. ഇതേസമയം റോക്കി എന്ന് പറയുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണിക്കുവാണ്. ഇയാൾക്കാണ് ഈ ടീമിന്റെ ഫുൾ ചുമതലയും. അങ്ങനെ ഇപ്പൊ ക്യാപ്റ്റൻ റോക്കി ഈ ടീമിലേക്ക് ജോയിൻ ആയ ഓരോരോ മെമ്പേഴ്സിനെ എല്ലാം ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് നായകനെ കണ്ട് അയാൾ ആകെ ഷോക്ക് ആവുന്നത്. ഇതിന് പുറകിലുള്ള കാര്യം എന്താണ്, ആക്ച്വലി ഇവർ തമ്മിൽ എന്താ ബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സമയത്ത് ഒരു സസ്പെൻസ് ആക്കി വെക്കുന്നു. ഇനിവേ ആ കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയെ നോക്കാം. അങ്ങനെ ഇപ്പൊ ടീമിലുണ്ടായിരുന്ന താജ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനില്ലേ, അയാളുടെ നായകൻ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് എയർഫോഴ്സിൽ ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തോ സ്ഥലമാറ്റം കിട്ടി. അവരങ്ങനെ വെവ്വേറെ സ്ഥലത്തായി പോയതാണ്. ഇപ്പൊ വീണ്ടും ഒരുമിച്ച് ജോലി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അവരാകെ ഹാപ്പി ആവുന്നു. അങ്ങനെ അടുത്ത സീനിൽ ഈ ടീം മെമ്പേഴ്സിനെല്ലാം വിളിച്ചു വരുത്തി ഇതിന്റെ ചുമതലയുള്ള ക്യാപ്റ്റൻ റോക്കി ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുവാണ്. ഈ സമയം ടീമിലുള്ള ബാക്കി മെമ്പേഴ്സിനോടല്ല അയാൾ വളരെ മാന്യമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. എന്നാൽ നായകനോട് സംസാരിക്കുമ്പോൾ വളരെ ഹാഷ് ആയിട്ട് സംസാരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം നായകനുമായിട്ട് അയാൾക്കുള്ള പ്രശ്നം കുറച്ച് ഗുരുതരമാണെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഈ ടീമിനോടല്ല അയാൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുവാണ്. അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ ടീം വളരെ നന്നായിട്ട് മറുപടി കൊടുക്കുന്നു. എന്നാൽ അയാളുടെ കുറച്ച് ക്വസ്റ്റ്യൻസിനൊന്നും അവർക്ക് ആൻസർ ഇല്ല. ഈ സമയത്ത് നായകൻ അവന്റെ അറിവ് വെച്ച് പറ്റാവുന്ന രീതിയിലല്ല അയാൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. കാരണം നായകൻ ഇന്ത്യൻ എയർഫോഴ്സിൽ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റർ പൈലറ്റ്സിൽ ഒരാളായിരുന്നു. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഈ ടീമിലുള്ള മെമ്പേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുവാണ്. ഇതേസമയം വില്ലനെയും ഗ്യാങ്ങിനെയും കാണിക്കുന്നു. വില്ലൻ ഇപ്പൊ അവന് കിട്ടിയ ദൗത്യം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ മിലിറ്ററി സർവീസിനെ തന്നെ വീഴ്ത്തി അവരുടെ കൺട്രോളിലുള്ള കാശ്മീർ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ സീനോട് കട്ടായി അന്ന് രാത്രി നമ്മുടെ നായകനും ഗ്യാങ്ങും, അതായത് പുതുതായിട്ട് ഫോം ചെയ്ത ആ ടീമിലുള്ള എല്ലാ മെമ്പേഴ്സും ഒരു പാർട്ടിക്ക് പോകുന്നു. അങ്ങനെ ഇപ്പൊ ആ പാർട്ടിയിൽ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്യുവാണ്. ഇതെല്ലാം ഒരു സോങ്ങിലൂടെ കാണിക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ നായികയ്ക്കാണെങ്കിൽ ടീമിലെ ഹീറോ ആയ നമ്മുടെ നായകനോട് ഒരു ക്രഷ് അടിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവനുമായിട്ട് അടുക്കാൻ ശ്രമിക്കുവാണ്. എന്നാൽ നായകൻ പെട്ടെന്നൊന്നും അവൾക്ക് വളയുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ആ ഗ്യാങ്ങിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട്ഷിപ്പ് ആവുന്നു. അതുവഴി അവർ ഒത്തൊരുമയും കൂടുവാണെന്ന് കാണിക്കുവാണ്. അങ്ങനെ ആ സീനെല്ലാം കട്ടായ അടുത്ത സീനില് ക്യാപ്റ്റൻ റോക്കി നമ്മുടെ നായകനും ഗ്യാങ്ങിനും വേണ്ട ട്രെയിനിങ്സ് എല്ലാം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇൻ കേസ് ഇന്ത്യ ബോർഡറിലേക്ക് കുറച്ച് തീവ്രവാദികൾ കയറി കൂടിയ ആസാൻ ഇന്ത്യൻ എയർഫോഴ്സ് എന്നുള്ള രീതിയിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അതിനെ പ്രതിരോധിക്കണം, എങ്ങനെ ഇന്ത്യനെ കാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ക്യാപ്റ്റൻ റോക്കി ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ശരിക്കും ഈ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എക്സ്ട്രീം ലെവലായിട്ടുള്ള ട്രെയിനിങ് ആണ്. അതായത് ഇന്ത്യൻ എയർഫോഴ്സിലെ കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥരെ മാത്രം ഫിൽട്ടർ ചെയ്തെടുത്ത് ഇവർക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ ട്രെയിനിങ്. ശരിക്കും പറഞ്ഞാൽ ഇനി ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിലായിരിക്കും ഇന്ത്യൻ എയർഫോഴ്സിന്റെ കൺട്രോൾ തന്നെ. ആ ഒരു രീതിക്കുള്ള ട്രെയിനിങ് ആണിത്. അങ്ങനെ ഇപ്പൊ ഇവിടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തിട്ട് ക്യാപ്റ്റൻ റോക്കി അങ്ങനെ ഒരു സാഹചര്യം റിയൽ ആയിട്ടുണ്ടായ അത് നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് പ്രാക്ടിക്കലായി എനിക്ക് കാട്ടിത്തരാൻ പറയുന്നു. ഇത് കേൾക്കുന്ന നായകനും ടീമും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ അതിനെ എങ്ങനെ നേരിടാന്ന് ഇപ്പൊ റിയൽ ആയിട്ട് കാട്ടിക്കൊടുക്കാൻ തുടങ്ങുന്നു. അതായത് പ്രാക്ടിക്കലായിട്ട് അത് ചെയ്ത് കാണിച്ചു കൊടുക്കുവാണ്. അങ്ങനെ ഇപ്പൊ ഗ്യാങ്ങിലുള്ള ആൾക്കാർ രണ്ടായിട്ട് പിരിഞ്ഞ് ഒരു കൂട്ടരെ തീവ്രവാദികളും മറ്റേ ഗ്രൂപ്പ് തീവ്രവാദികളെ പിടിക്കാൻ വേണ്ടി വരുന്ന ഉദ്യോഗസ്ഥരെ പോലെയും ആക്ട് ചെയ്യുന്നു. അങ്ങനെ 2 ഹെലികോപ്റ്ററും ഒരു ഫൈറ്റർ ജെറ്റും വെച്ച് അവർ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന് ഈ ട്രെയിനിങ് സെക്ഷനിലൂടെ ക്യാപ്റ്റന് കാട്ടിക്കൊടുക്കുന്നു. വളരെ നന്നായിട്ട് നായകനും ഗ്യാങ്ങും അത് ചെയ്യുന്നുണ്ടെങ്കിലും നായകനോട് റോക്കിക്ക് ഓൾറെഡി ഒരു ദേഷ്യം ഉണ്ടല്ലോ. ആ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നായകൻ ചെയ്ത് ഒട്ടും നന്നായില്ല, ഇങ്ങനെയാണ് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള നീ പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് അയാൾ നായകൻ ഒരുപാട് കുറ്റപ്പെടുത്തുന്നു. അതിൽ ഈ പ്രാക്ടിക്കൽ സെക്ഷനിൽ നായകൻ അയാൾ മാർക്ക് വിടുന്നില്ല. എന്നാൽ ഈ കാര്യത്തിനോട് നായകൻ പ്രതികരിക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ഡെസ്പായി നായകൻ അവിടുന്ന് നേരെ അവന്റെ റൂമിലേക്ക് പോകുന്നു. അങ്ങനെ റൂമിലെത്തി നായകൻ അവന്റെ പെട്ടി തുറക്കുവാണ്. ഈ സമയത്ത് പെട്ടിയിൽ നായകൻ ഒരു പെണ്ണിനോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് കാണുന്ന സമയത്ത് നായകൻ ആകെ ഇമോഷണൽ ആവുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ മൈൻഡിലേക്ക് പണ്ടത്തെ
എപ്പോഴോ നടന്ന ഒരു അപകടത്തിനെ പറ്റിയും ഓർമ്മ വരുവാണ്. അങ്ങനെ ഇതുകൊണ്ടെല്ലാം നായകൻ ഒരു വളരെ ഡെസ്പ് ആവുന്നതായിട്ട് കാണിക്കുന്നു. ഇതേസമയം ഇതെല്ലാം ശ്രദ്ധിക്കുന്ന നായകന്റെ ടീം മെമ്പേഴ്സ് വിചാരിക്കുവാണ് ക്യാപ്റ്റൻ റോക്കി നായകന് മാർക്കൊന്നും കൊടുക്കാത്തതുകൊണ്ട് അത്രയും നന്നായി ആ പ്രാക്ടിക്കൽ സെക്ഷൻ ചെയ്തിട്ടും അവനെ കുറ്റപ്പെടുത്തിയോണ്ട് ആ ഒരു സങ്കടം കൊണ്ടാണ് നായകൻ ഡെസ്പ് ആയതെന്ന്. അങ്ങനെ ഇപ്പൊ അവരെല്ലാം കൂടി നായകന്റെ ആ മൈൻഡ് എല്ലാം ഒന്ന് ഓക്കെ ആക്കുന്നു. അവന്റെ ആ മൂഡ് ഓഫ് എല്ലാം മാറ്റുവാണ്. ഇതേ സമയത്ത് നായകന്റെ മുഖത്തെ ഒരു ശോകം നായകൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളൊന്നും അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും നായകൻ എന്തോ എന്ന് പറയുന്നില്ല. ഇതേ സമയം തന്നെ നായികയാണെങ്കിൽ അവളെ പറ്റി നായകനോട് പറയാൻ തുടങ്ങുന്നു. ചെറുപ്പം മുതലേ അവളുടെ ആഗ്രഹം എയർഫോഴ്സിൽ ഒരു ജോലി വാങ്ങുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി ചെറുപ്പം മുതലേ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അവസാനം അവളുടെ ആഗ്രഹം സാധിച്ചെടുത്തു. എന്നാൽ അവളുടെ അച്ഛന് അവളെ ജോലിക്ക് പോകുന്നതിനേക്കാളും അവളൊരു കല്യാണം എല്ലാം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണാനാണ് ഇഷ്ടം. അങ്ങനെ അദ്ദേഹം പലപ്പോഴായിട്ട് ആ കാര്യം പറഞ്ഞെങ്കിലും താൻ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത തന്റെ സ്വപ്നം അങ്ങനെ വിട്ടുകളയാൻ അവൾക്ക് തോന്നുന്നില്ല. അങ്ങനെ അച്ഛനെ എതിർത്താണ് അവളിപ്പോ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നായകനോട് അവൾ തുറന്നു പറയുന്നു. അങ്ങനെ ആ സീക്വൻസ് എല്ലാം കട്ടായി അടുത്ത സീനില് നായകന്റെ ഫ്രണ്ടായ ആ താജ് എന്ന് പറയുന്ന വ്യക്തിനെ കാണിക്കുന്നു. അതായത് ആ ഉദ്യോഗസ്ഥനെ കാണിക്കുന്നു. അവരെല്ലാരും കൂടി നായകന്റെ മൂഡ് ഓഫ് എല്ലാം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പൂർണ്ണമായിട്ടും നായകന്റെ ശോകം ഒന്നും മാറുന്നില്ലായിരുന്നല്ലോ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നായകനുമായിട്ട് പരിചയം ഉണ്ടായിരുന്ന ആ താജിന്റെ അടുത്ത് വന്ന് നായകനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഈ സമയത്താണ് താജ് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. ഏകദേശം 2 കൊല്ലങ്ങൾക്ക് മുമ്പ് നായകന്റെ കൂടെ എയർഫോഴ്സിൽ തന്നെയായിരുന്നു അവന്റെ ഫിയാൻസിയും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഓൺ ഡ്യൂട്ടി നടന്ന എന്തോ ഒരു അപകടത്തില് അവന്റെ ആ ഫിയാൻസി മരിച്ചുപോയി. ആ ഒരു കാര്യത്തിന് ശേഷം നായകനെ ആ സംഭവം വല്ലാതെ അലട്ടാൻ തുടങ്ങുന്നു. ഇപ്പോഴും അവന്റെ മനസ്സിലായ ശോകത്തിന് കാരണം ആ ഒരു സംഭവമാണെന്നൊക്കെയാണ് താജ് ഇപ്പൊ നായികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കേട്ടപ്പോഴാണ് നായികയ്ക്ക് കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് ക്യാപ്റ്റൻ റോക്കിനെയും അയാളുടെ ആൾക്കാരും കാണിക്കുന്നു. ഇന്ത്യൻ മിലിറ്ററിന്റെ പല കാര്യങ്ങളും ചോർത്താൻ വേണ്ടി പാകിസ്ഥാൻ ആർമി അവരുടെ ചാരന്മാരെ ഇന്ത്യയിലേക്ക് വിടുക എന്നുള്ളത് ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പൊ അതേപോലെ അവരുടെ ഒരുപാട് ചാരന്മാര് ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് അറിയുന്നത്. അതുമാത്രമല്ല ഇന്ത്യൻ ബോർഡറിൽ തീവ്രവാദികൾ എത്തിയിരിക്കുന്നു ഇന്റലിജൻസിന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഇന്ത്യൻ മിലിറ്ററി സർവീസ് കൂടുതൽ ആക്റ്റീവ് ആവുന്നു. അതായത് കൂടുതൽ ജാഗ്രതരാവുകയാണ്. ഇതുപോലെ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്ന ശത്രുക്കളെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ഇന്ത്യൻ മിലിറ്ററി സർവീസ് പല സ്ട്രാറ്റജീസും യൂസ് ചെയ്യുന്നു. ഇതേ സമയം തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന നായകനും ഗ്യാങ്ങും ഇതിന് നമ്മുടെ ഭാഗത്തുനിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ക്യാപ്റ്റനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ക്യാപ്റ്റൻ പറയാണ് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഇതിൽ വേണ്ട കാര്യങ്ങളെല്ലാം ആർമി നോക്കുന്നുണ്ട്. സോ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ റോക്കി ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ശരി ഓക്കെ എന്നുള്ള രീതിയിൽ നായകനും ഗ്യാങ്ങും വീണ്ടും ട്രെയിനിങ് എല്ലാം കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അവർ കാശ്മീരിലേക്ക് എത്തുന്നുണ്ട്. ബോർഡറിൽ തീവ്രവാദികളും ചാരന്മാരെല്ലാം ഇറങ്ങി നിറഞ്ഞിട്ട് അവരെ പ്രതിരോധിക്കാനായിട്ട് ഇതേ സമയം അവിടേക്ക് ഒരു കൂട്ടം പട്ടാളക്കാർ എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവരെ കാണുന്ന സമയത്ത് ഹെലികോപ്റ്ററിൽ നിന്നുകൊണ്ട് നായകൻ അവർക്ക് നേരെ ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തി കാണിക്കുന്നു. അപ്പൊ അവരും അതുപോലെ തന്നെ ഇന്ത്യൻ ഫ്ലാഗ് കാണിക്കുവാണ്. അങ്ങനെ അന്ന് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് ക്യാമ്പിലേക്ക് എത്തുന്നു. അടുത്ത ദിവസം വെതർ കണ്ടീഷൻ കുറച്ച് മോശമായതുകൊണ്ട് അവർക്ക് ട്രെയിനിങ് ഒന്നും എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അന്നത്തേക്ക് അവർക്ക് ലീവ് കൊടുക്കുന്നു. ലീവ് കിട്ടിയ സാധാരണ എന്തായാലും ചെയ്യുക, അതെ ഫ്രണ്ട്സിനോടൊപ്പം കൂടി മാക്സിമം എൻജോയ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഇപ്പൊ നായകനും ഗ്യാങ്ങും ചെയ്യുന്നത്. അവര് വണ്ടിയൊക്കെ എടുത്ത് കറങ്ങാൻ പോകുന്നു. ഈ സമയം നായകന്റെ ബൈക്കിന് പുറകില് നായക ചാടി കയറി പോകുന്നുണ്ട്. അങ്ങനെ അവരെല്ലാരും കൂടി ലീവ് കിട്ടിയ ദിവസം അങ്ങനെ എൻജോയ് ചെയ്യാൻ പോകുന്ന സമയത്തായിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ കാണിച്ച ആ സീക്വൻസ് നടന്നത്. പാകിസ്ഥാന് വേണ്ടി തന്റെ ജീവൻ പോലും ബലികഴിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് ആ തീവ്രവാദി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് പാകിസ്ഥാനിലെ വേണ്ടപ്പെട്ട ആൾക്കാരിലേക്ക് അയച്ചു കൊടുത്ത് അതിനുശേഷം ഇന്ത്യൻ ബോർഡറിലേക്ക് നുഴഞ്ഞു കയറി ബോർഡറിൽ തമ്പടിച്ചിരുന്ന ഇന്ത്യൻ ആർമി ക്യാമ്പ് സ്ഫോടനത്തിലൂടെ തകർത്തത്. അങ്ങനെ ഇതിൽ ഒരുപാട് പട്ടാൾക്കാർ മരിച്ചു പോകുന്നു. ഇതേ സമയം തന്നെ ഈ കാര്യങ്ങളെല്ലാം നായകനും ഗ്യാങ്ങും അറിയുന്നുണ്ട്. ഇതറിഞ്ഞതിന് ശേഷം നായകനും ഗ്യാങ്ങിനും വെറുതെ ഇരിക്കാൻ കഴിയുമോ ഇല്ല, അവർ ലൈവായി ഇതിലേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ ഫോഴ്സിനോടൊപ്പം കൂടി അവർക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്യാൻ തുടങ്ങുന്നു. ഇതേ സമയത്ത് നായകനാണെങ്കിൽ കൂടുതൽ വാശിയാവുകയാണ്. ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ ആർമിനെ തന്നെ ദ്രോഹിക്കണമെങ്കിൽ അവന്മാർക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ്, അതിന് അവന്മാർക്ക് തക്കതായ ഒരു തിരിച്ചടി കൊടുക്കണം. ഇങ്ങനെല്ലാം വിചാരിച്ച് നായകൻ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങുന്ന സമയം തന്നെ നായകന്റെ സ്വഭാവം എല്ലാം ഓൾറെഡി അറിയുന്ന റോക്കിയാണെങ്കിൽ ഇനി നായകൻ അവിടെ നിർത്തിയ പ്രശ്നമെന്ന് മനസ്സിലാക്കി എന്തോ ഒരു ഡ്യൂട്ടി കൊടുത്ത് അവനെ ഡൽഹിയിലേക്ക് അയക്കുന്നു. അങ്ങനെ മനസ്സിലാവാനോടെ ആണെങ്കിലും ഡൽഹിയിലേക്ക് എത്തിയ നായകനാണെങ്കിൽ അവിടെ ഇരിക്കെ വെറുതെ കിട്ടുന്നില്ല. അവന്റെ മൈൻഡിൽ മുഴുവൻ ഈ ഒരു കാര്യമാണ്. അതായത് പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് എങ്ങനെയെങ്കിലും തിരിച്ചടി കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണ്. അങ്ങനെ നായകൻ അവന്റേതായ രീതിയിൽ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് മോളിൽ നിന്ന് പെർമിഷൻ വാങ്ങി നായകൻ അവിടെ പാകിസ്ഥാൻ ബോർഡറിൽ പോയി അവർക്കിട്ട് പണി കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ നായകനും ഗ്യാങ്ങും ഫൈറ്റർ ജെറ്റും ഹെലികോപ്റ്റേഴ്സ് എല്ലാം എടുത്ത് അങ്ങനെ പാകിസ്ഥാൻ ഏരിയയിലേക്ക് പോയി തീവ്രവാദികൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഏരിയ മുഴുവൻ ബോംബിട്ട് ചുട്ടുചാമ്പലാക്കുവാണ്. എന്നാൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇതിന്റെ എല്ലാത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ ആയ ആ വില്ലൻ രക്ഷപ്പെടുന്നു. എന്തായാലും ഇപ്പൊ നായകനും ഗ്യാങ്ങും ചെയ്തിരിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. വില്ലൻ രക്ഷപ്പെട്ടെങ്കിലും ഇപ്പൊ വില്ലന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരുപാട് തീവ്രവാദികളെ ഈ ഒരു മിഷനിലൂടെ നായകനും ടീമിനെ തീർക്കാൻ കഴിഞ്ഞു. മെയിനായിട്ട് നായകൻ പ്ലാൻ ചെയ്ത പോലെ അവർ ചെയ്തതിനുള്ള ഒരു തക്കതായ തിരിച്ചടി അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഇപ്പൊ ഈ ഒരു മിഷൻ സക്സസ് ആയതോടെ അത് ഇന്ത്യൻ എയർഫോഴ്സിന് ഒരു പൊൻതൂവലായി മാറുവാണ്. അങ്ങനെ ഈ ഒരു കാര്യം നടന്നത് പാകിസ്ഥാൻകാർക്ക് വലിയൊരു ക്ഷീണമായി മാറുന്നു. കാരണം അവർ ഇന്ത്യനോട് ചെയ്തതിന്റെ 10 ഇരട്ടി ഇന്ത്യ അവരോട് ചെയ്തു കഴിഞ്ഞു. പാകിസ്ഥാന്റെ ഹയർ ഒഫീഷ്യൽസുമായിട്ട് ആ വില്ലന് കറക്റ്റ് ഡീൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ സംഭവിച്ച കാര്യം കൊണ്ട് ആകെ സാഡ് ആയിട്ടിരിക്കുന്ന അവരോട് വില്ലൻ പറയുവാണ്, ഡോണ്ട് വെറി, ഇതിന് അവർക്ക് എങ്ങനെ തിരിച്ചടി കൊടുക്കണം എന്നുള്ള കാര്യം എനിക്കറിയാം, വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ആ സീനിന്റെ കട്ടായി ഇതേ സമയത്ത് ഇന്ത്യ കാണിക്കുന്നു. ഇപ്പൊ നമ്മുടെ നായകനും ഗ്യാങ്ങും അവരുടെ വിജയം ആഘോഷിക്കുവാണ്. അങ്ങനെ ആ സീക്വൻസ് എല്ലാം ഈ സമയത്ത് ഒരു സോങ് ആയിട്ട് കാണിക്കുന്നു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ നായികയാണെങ്കിൽ നായകനോടുള്ള ഇഷ്ടം തുറന്നു പറയാന്നൊക്കെ വിചാരിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ള ആ സമയത്ത് അവരൊട്ടും വിചാരിക്കാത്ത ഒരു കാര്യം നടക്കുവാണ്. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ചെയ്ത കാര്യത്തിനുള്ള മറുപടി കൊടുക്കാൻ വേണ്ടി വില്ലനും ഗ്യാങ്ങും മറ്റൊരു കാര്യം പ്ലാൻ ചെയ്തു. ഒരുപാട് റോക്കറ്റ്സും ജെറ്റുകളെല്ലാം കൊണ്ട് അവർ ഇന്ത്യൻ ബോർഡറിലേക്ക് എത്തുന്നു. എന്നിട്ട് ഇന്ത്യയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഒട്ടും വിചാരിക്കാതെ ഈ കാര്യം നടന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നായകനും ഗ്യാങ്ങിനും, അതായത് ഇന്ത്യൻ എയർഫോഴ്സിന് ഒരു മുൻകരുതൽ എടുക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ വില്ലനും ഗ്യാങ്ങും
ഗ്യാങ്ങും ഒരുപാട് ജെറ്റുകളെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ ഇന്ത്യനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. പേടിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നെങ്കിലും നായകനും ഗ്യാങ്ങും കുലുങ്ങുന്നില്ല. പൂർവാധിക ശക്തിയോടെ അവരെ നേരിടുവാണ് നമ്മുടെ എയർഫോഴ്സ്. അങ്ങനെ ആകാശത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ താഴെ കരയില് റോക്കറ്റ് ലോഞ്ചേഴ്സ് എല്ലാം വിട്ട് ഇന്ത്യൻ ആർമീനെ അവർ ദ്രോഹിക്കുന്നു. ഒരു ഘട്ടത്തിൽ വില്ലനുമായുള്ള ആൾക്കാരും ഇന്ത്യൻ ബോർഡറിൽ നിന്ന് അവരുടെ ജെറ്റുകളുമായിട്ട് അവരുടെ ബോർഡറിലേക്ക് തന്നെ തിരികെ പോകുന്നു. ഇത് കാണുന്ന നായകനും ഗ്യാങ്ങിനൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും അവരിവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയതല്ലേ, അവരെ അങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നായകനും ഗ്യാങ് അവരുടെ പുറകെ പോകുന്നു. എന്നാൽ ഇത് അവരുടെ ചതിയായിരുന്നു, അതായത് അവരുടെ ട്രാപ്പായിരുന്നു. ഇന്ത്യൻ ബോർഡറിലേക്ക് എത്തി അവരെ പ്രലോഭിപ്പിച്ച് അവരെ പാകിസ്ഥാൻ ബോർഡറിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് അവരെ ട്രാപ്പിലാക്കണം, അതായത് അവരെ പിടികൂടണം. എന്നിട്ട് അവരെ വെച്ച് ഇന്ത്യനെ തകർക്കണം. അതാണ് പാകിസ്ഥാന്റെ പ്ലാൻ. അങ്ങനെ ഇപ്പൊ വിചാരിച്ച പോലെ അവിടുന്ന് പേടിച്ചോടുന്ന പോലെ ആക്ട് ചെയ്ത് നായകനെ ഗ്യാങ്ങിനെ അവര് പാകിസ്ഥാൻ ബോർഡറിലേക്ക് എത്തിച്ചു. ഇതേ സമയം തന്നെ നമ്മുടെ ഇന്ത്യന്റെ കമാൻഡിംഗ് ഓഫീസേഴ്സിന് ഈ കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവർ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വേണ്ട സിഗ്നൽസ് നായകനും ഗ്യാങ്ങിനും കൊടുക്കുന്നു. എന്നാൽ ഗതികേടിന് ആ സിഗ്നൽസ് ഒന്നും അവർക്ക് റിസീവ് ആവുന്നില്ല. അങ്ങനെ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഇത് അവരുടെ ട്രാപ്പാണെന്ന് അറിയാതെ നായകനും ഗ്യാങ് അവിടേക്ക് പ്രവേശിക്കുകയാണ്. ഇതേ സമയം തന്നെ പാകിസ്ഥാൻ ആർമി ഒരുപാട് ജെറ്റുകളെല്ലാം ഉപയോഗിച്ച് അവരുടെ ബോർഡറിലേക്ക് കടന്ന ഓരോ ഇന്ത്യൻ ജെറ്റും കറക്റ്റായ രീതിയിൽ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇത് നോട്ടീസ് ചെയ്യുന്ന നായകനൊക്കെ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും താജ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും ബാജ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും അവരുടെ കയ്യിൽ പെട്ടുപോവുകയാണ്. ഈ സമയത്താണ് മൂവിന്റെ ഇന്റർവ്യൂ വരുന്നത്. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയം പാകിസ്ഥാൻ ആർമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട നായകൻ തിരിച്ച് ക്യാമ്പിലേക്ക് എത്തുന്നു. ഈ സമയം റോക്കി നായകൻ ഒരുപാട് വഴക്ക് പറയുവാണ്. നിങ്ങൾക്ക് ഒരുപാട് സിഗ്നൽ ഞങ്ങൾ തന്നതല്ലേ, അവിടേക്ക് പോവില്ല, ആപത്താണെന്ന് പറഞ്ഞുകൊണ്ട്. അത് കേൾക്കാതെ നിങ്ങൾ പോയോണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയല്ല സംഭവിച്ചത്. ഇതെല്ലാം കേൾക്കുന്ന നായകൻ അവർക്ക് സിഗ്നൽസ് കിട്ടിയില്ല എന്ന് പറയുന്നു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നെങ്കിലും ഇത്ര എക്സ്പീരിയൻസ് ഉള്ള നായകൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. ശരിയാണ്, നീ നല്ലൊരു ഫൈറ്റർ ആണ്, പക്ഷെ നീ കാട്ടി ചില മിസ്റ്റേക്കുകളുണ്ട്. പണ്ടത്തെ പോലെ ഇന്ത്യൻ എയർഫോഴ്സിന് ഇപ്പോഴും നഷ്ടം ഉണ്ടായിരിക്കുകയാണ്. ഇങ്ങനെ എന്തോ നായകനെ കുത്തി പറയുന്ന പോലെയും അയാൾ സംസാരിക്കുന്നു. എന്തായാലും ഇപ്പൊ അയാൾ നായകനെ കുറ്റപ്പെടുത്തിയുണ്ട്. അതിന്റെ ഭാഗമായി അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ കമ്മീഷൻ തൽക്കാലത്തേക്ക് നായകനെ ടീമിൽ നിന്ന് പുറത്താക്കുന്നു. ഹൈദരാബാദിൽ പോയി എയർഫോഴ്സിലേക്ക് പുതുതായിട്ട് എടുക്കുന്ന കാൻഡിഡേറ്റ്സിന് ട്രെയിനിങ് കൊടുക്കാൻ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സങ്കടത്തോടുകൂടി നായകൻ അവിടേക്ക് എത്തുന്നു. അവന് പുതുതായിട്ട് കിട്ടിയ ദൗത്യം ചെയ്യാൻ തുടങ്ങുവാണ്. അതായത് ഇൻസ്ട്രക്ടർ ആയിട്ട് പുതുതായി വരുന്ന കാൻഡിഡേറ്റ്സിനെല്ലാം പഠിപ്പിക്കാൻ തുടങ്ങുന്നു. ഇതേസമയം നായകന് സംഭവിച്ച ഈ കാര്യം, അതായത് നായകനെ ഇങ്ങനെ ഡീപ്രമോട്ട് ചെയ്ത് ഈ രീതിയിൽ അയച്ചുകൊണ്ട് അവന്റെ ടീം മുഴുവൻ റോക്കിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുകയാണ്. എന്നാൽ അവരൊക്കെ സംസാരിച്ചിട്ടും അയാൾ പ്രത്യേകിച്ച് തീരുമാനമൊന്നും മാറ്റുന്നില്ല. ശരിക്കും ഈ കാര്യങ്ങളൊന്നും നായകനെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല. എന്നാലും നായകനോട് ഇയാൾ ഇത്രയധികം ദേഷ്യം കാണിക്കാൻ എന്തോ ഒരു കാരണം ഉണ്ടല്ലോ എന്ന് ഈ സമയത്ത് നായിക ചിന്തിക്കുന്നു. അങ്ങനെ നായിക പേഴ്സണലായിട്ട് റോക്കിനെ വന്ന് കണ്ട് അതിനെപ്പറ്റി ചോദിക്കുവാണ്. ഈ സമയത്ത് അയാൾ 2 കൊല്ലം മുമ്പ് നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നു. അന്ന് താജ് നായകനോട് പറഞ്ഞ ആ കഥ തന്നെയായിരുന്നു ഇത്. ആ സമയത്ത് നായകന്റെ കൂടെ അവന്റെ ഫിയാൻസിയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഡ്യൂട്ടിയിൽ വെച്ച് എന്തോ ഒരു അപകടം പറ്റിയാണ് അവൾ മരിച്ചതെന്നും പറയുന്നുണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നായകനെ പറ്റിയ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് അന്ന് അവൾ മരണപ്പെട്ടത്. അങ്ങനെ മരിച്ചുപോയ നായകന്റെ ഫിയാൻസി മറ്റാരുമല്ലായിരുന്നു, റോക്കിന്റെ അനിയത്തിയായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് അന്ന് ഇവരുടെ സീനിയർ ഓഫീസർ ആയിരുന്ന റോക്കിക്ക് നായകനോട് ദേഷ്യം ഉണ്ടാവാൻ കാരണം. അത് ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഇയാൾ മറന്നിട്ടില്ല. സോ ഈ ഒരു കാരണം കൊണ്ടായിരുന്നു നായകനോട് അയാൾ മുന്നിൽ വെച്ച് സംസാരിക്കുന്നതും നായകനോട് അങ്ങനെ ദേഷ്യം എല്ലാം കാണിച്ചതും. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നായിക പ്രത്യേകിച്ച് അയാളോടൊന്നും പറയാൻ കഴിയാതെ അവിടെ നിന്ന് തിരികെ പോയിരുന്നു. അടുത്ത സീനിൽ ഹൈദരാബാദുള്ള നായകനെ കാണിക്കുവാണ്. പുതുതായിട്ട് എയർഫോഴ്സിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെല്ലാം ട്രെയിനിങ് എല്ലാം കൊടുത്ത് നായകൻ അങ്ങനെ ഒരു നോർമൽ ലൈഫ് ജീവിച്ചു വരുവാണ്. അങ്ങനെ അവിടെ നിന്ന് കുറെ നാൾ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നായകൻ മറ്റൊരു കാര്യം അറിയുന്നത്. അന്ന് പാകിസ്ഥാൻ ആർമി പിടികൂടിയ താജിനെയും ബാജിനെയും അവർ റിലീസ് ആക്കാൻ പോവാണ്, അതും PMന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് കൊണ്ട്. അങ്ങനെ ഈ കാര്യം അറിയുന്ന നായകനാണെങ്കിൽ പിന്നെ ഹൈദരാബാദ് നിൽക്കാൻ കഴിയുന്നില്ല. അവൻ അങ്ങനെ അടുത്ത ഫ്ലൈറ്റ് കയറി നേരെ ജമ്മുവിലേക്ക് എത്തുന്നു. അങ്ങനെ ഇപ്പൊ തിരിച്ചു വരുന്ന തന്റെ ടീം മെമ്പേഴ്സിന് വേണ്ടി അവനോട് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരുടെ കൂടെ വെയിറ്റ് ചെയ്യുവാണ്. ഈ സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ അവിടെ വന്ന് ഇറങ്ങുവാണ്. അതിൽ അവരുടെ ഒരു ടീം മെമ്പർ ഉണ്ടായിരുന്നു, അത് താജ് ആയിരുന്നു. എന്നാൽ അവനെ കണ്ട് അവർ ആകെ ഞെട്ടുന്നു. ഇന്ത്യനെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി അവനെ റിലീസ് ചെയ്യുകയാണെന്നും പറഞ്ഞുകൊണ്ട് അവനെ കൊന്ന് അവന്റെ ബോഡിയാണ് അവരിവിടെ അയച്ചു വിട്ടത്. എന്തായാലും ഇപ്പൊ അവർ ചെയ്ത ഈ ഒരു കാര്യം കൊണ്ട് ഇന്ത്യക്കാണെങ്കിൽ അവരോട് ഭയങ്കര ദേഷ്യം തോന്നുന്നു. എന്നാൽ ആ ദേഷ്യം പുറത്ത് കാണിക്കാൻ കഴിയില്ല, കാരണം വാജ് ഇപ്പോഴും അവരുടെ കസ്റ്റഡി തന്നെയാണ്. ഈ ഒരു കാര്യം കൊണ്ട് അവർ കടുപ്പിച്ച് എന്തെങ്കിലും ചെയ്താൽ പാകിസ്ഥാൻ വാജിന്റെ ജീവനും എടുക്കും. സോ ഇനി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും ഒന്ന് ആലോചിക്കണമെന്ന് ഇന്ത്യൻ ഒഫീഷ്യൽസ് ഈ ഒരു കാര്യം കൊണ്ട് തീരുമാനം എടുക്കുന്നു. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് മരിച്ചുപോയ താജിന്റെ ബോഡി വേണ്ട പ്രൊസീജിയേഴ്സ് എല്ലാം തീർത്ത് അവർ നല്ല രീതിയിൽ അടക്കം ചെയ്യുവാണ്. അവന്റെ വീട്ടുകാരുടെ സങ്കടം എല്ലാം കാണുന്ന സമയത്ത് നാഗിന് ഒരുപാട് വിഷമം തോന്നുന്നു, ഒരുപാട് കുറ്റബോധം തോന്നുന്നു. ഈ സമയത്ത് നാഗിന് ഒരു തീരുമാനം എടുക്കുവാണ്. താജിന് നടന്നൊരു ദുരന്തം ഒരിക്കലും വാജിന് സംഭവിച്ചുകൂടാ. ഏത് വിധേനയും അവനെ അവരുടെ കസ്റ്റഡിയിൽ നിന്ന് സേവ് ചെയ്യണം. അങ്ങനെ പിന്നീട് അങ്ങോട്ട് നാഗൻ അവന്റേതായ രീതിയിൽ അതിന് ശ്രമിക്കാൻ തുടങ്ങുന്നു. ഇതേ സമയം പാകിസ്ഥാൻ കസ്റ്റഡിയിലുള്ള വാജിനെ കാണിക്കുവാണ്. അവനിപ്പോ ഒരു കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു. വാജിനെ സേവ് ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്ത നമ്മുടെ നായകനാണെങ്കിൽ ഇതേ സമയം റോക്കിനെ കണ്ട് സംസാരിക്കുവാണ്. ഏത് വിധേനയും അവനെ സേവ് ചെയ്യണം, അതിനെ ടീമിലേക്ക് തന്നെ തിരിച്ചെടുക്കണമെന്നും പറഞ്ഞ് നീ ചെയ്തിടത്തോളം മതി, ഇനി എന്തായാലും സഹായിക്കാനാണെന്നും പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട. ഇങ്ങനെയും പറഞ്ഞ് നായകനോടുള്ള ദേഷ്യം കൊണ്ട് അവനെ അയാൾ അവോയ്ഡ് ചെയ്യുന്നു. ഇതേ സമയം തന്നെ വില്ലനെ കാണിക്കുന്നു. വില്ലൻ മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ പോലെ ഇന്ത്യയിലുള്ള കുറെ ആൾക്കാരെ വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ പോരാടാനുള്ള ഒരുപാട് കാര്യങ്ങൾ വില്ലൻ ചെയ്തു വെച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിയുവാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യൻ മിലിറ്ററി അറിയുന്നു. അതിൽ ഈ കാര്യങ്ങൾക്കെല്ലാം പുറകെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ വില്ലനെ പറ്റിയും അവർ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തിനെ പറ്റിയും അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇന്ത്യൻ ആർമി കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇനി ഒരേ ഒരു ലക്ഷ്യം, ആ സ്ഥലത്ത് പോയി അവരെ തറവറ്റിച്ച് അവരുടെ കസ്റ്റഡിയിലുള്ള വാജിനെ സേവ് ചെയ്യണം. അങ്ങനെ ഇപ്പൊ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ റോക്കിന്റെ നിർദ്ദേശപ്രകാരം നായകനൊഴികെ ബാക്കി ആൾക്കാരെല്ലാം ആ സ്ഥലത്തേക്ക് എത്തി അവിടെയുള്ള വില്ലനും ഗ്യാങ്ങുമായിട്ട് ഫൈറ്റ് ആവുകയാണ്. അങ്ങനെ വിചാരിച്ചോലെ തന്നെ കാര്യങ്ങളെല്ലാം ഭംഗിയായി പോകുന്നുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിനെ വില്ലൻ കീഴ്പ്പെടുത്താൻ തുടങ്ങുന്നു. ഇതേ സമയം തന്നെ ക്യാമ്പിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന നായകൻ റോക്കിന്റെ പെർമിഷൻ ഇല്ലെങ്കിലും ഫൈറ്റർ ജെറ്റ് എടുത്തുകൊണ്ട് അവരെ സേവ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് എത്തുന്നു. ഈ സമയം റോക്കി നായകനെ തടയുന്നൊന്നുമില്ല. അങ്ങനെ അവിടേക്ക് എത്തിയ നായകൻ വില്ലനോട് ഫൈറ്റ് ചെയ്ത് അയാളെ കൊന്നു കളയുന്നു. എന്നിട്ട് ഇന്ത്യൻ എയർഫോഴ്സിനെയും വില്ലന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന വാജിനെ സേവ് ചെയ്തുകൊണ്ട്
ജമ്മുവിലേക്ക് തിരികെ എത്തുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അവസാനിച്ച് അങ്ങനെ ഈ ഒരു ഹാപ്പി എൻഡിങ്ങോടെ ഒരു സോങ്ങും കാണിച്ച് ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഈ മൂവി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.